അപ്പോൾ ഗായ്സ് ഇന്ന് മൂലമാണ് കേട്ടോ. പൂക്കളിടാൻ തുടങ്ങിയിട്ട് 8ാമത്തെ ദിവസമാണ്. ഇന്ന് മൂലമാണ്. അപ്പോൾ എന്നും നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ പൂക്കളൊക്കെ എടുക്കുകയാണ്. ഇന്നലത്തെ പൂക്കളൊക്കെ എടുത്ത് മാറ്റണമല്ലോ, അത് ചെയ്യാണ്. അപ്പോൾ ഇന്ന് മൂലമായതുകൊണ്ട് തന്നെ സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ പൂക്കളൊക്കെ ഇടുക. എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ അതിനുള്ള ഒരു ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് അമ്മമ്മ ചാണകമൊക്കെ മെഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്ക്വയർ ഷേപ്പിൽ വേണമല്ലോ മെഴുകാൻ. അതിന് വേണ്ടിയിട്ട് ഒരു സംഭവമൊക്കെ അമ്മമ്മ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് കറക്റ്റ് സ്ക്വയർ ഷേപ്പ് ആവാൻ സ്ട്രെയിറ്റ് ആവണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ കഴിയാറായി. അവിടെയും കൂടി ഇനി ഷേപ്പ് വരുന്നതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ കളം ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് ഇവിടെ കളം. ഗൈസ്, അടുത്ത പരിപാടി എന്ന് പറയുന്നത് മന്ദാരം പൊട്ടിക്കലാണ് കേട്ടോ. ഇന്ന് കൂടുതലൊക്കെ നമ്മൾ വീട്ടിലത്തെ പൂവൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് പുറത്തത്തെ പൂവുള്ളൂ. മന്ദാരമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറേ പൂവാണല്ലോ ഇന്ന് ചതുരല്ലേ. അപ്പം മന്ദാരക്ക് ഞാൻ പൊട്ടിച്ച് അമ്മമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മമ്മ അതവിടെ കരിയാണ്. പിന്നെ സെൻറ്ററിൽ ഒരു പൂ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ സെൻറ്ററിൽ എവിടെയാണെന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് അവിടെ അതേ അമ്മമ്മ ഒരു പൂ വെച്ചു കേട്ടോ. ഇതൊക്കെ നമ്മളെ വീട്ടിലത്തെ പൂവാണ്. പിന്നെ ഓറഞ്ച് പൂണ്ടല്ലോ ഇപ്പോൾ ഇടുന്നത്, അത് പുറത്തത്തെ പൂവാണ് കേട്ടോ. അപ്പോൾ ആ പൂവൊക്കെ ഇടുകയാണ്. അപ്പോൾ അതെല്ലാതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ പൂക്കൾ തുമ്പ മുക്കുറ്റിയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ശംഖുപുഷ്പം, പിന്നെ അത് ചെമ്പരത്തിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അടുത്തത് മന്ദാരം ഉണ്ട് കേട്ടോ. മന്ദാരം പിന്നെ അതിൻ്റെ വെള്ള ജമന്തി ഉണ്ടല്ലോ, അതും ഞങ്ങൾ കട്ട് ചെയ്ത് രണ്ടും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പൂക്കളത്തിൽ ഓരോ കള്ളി വരച്ചിട്ട്. പിന്നെ അടുത്തതായി ചെമ്പരത്തിയാണ് ഇടുന്നത്. കുറേ കളങ്ങളുള്ളതുകൊണ്ട് തന്നെ എല്ലാതും നമ്മൾ ഫില്ല് ചെയ്യണമല്ലോ. അപ്പോൾ ചെമ്പരത്തി ഇട്ടു. പിന്നെ അത് പുറത്തുനിന്ന് വാങ്ങിച്ചു വിടുന്നൊരു പൂവാണ് കേട്ടോ. അപ്പോൾ ആ പൂവും അടുത്തതായിട്ട് ഞങ്ങൾ അടുത്ത ഒരു കള്ളിയിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ ശംഖുപുഷ്പം, അങ്ങനെ എല്ലാ പൂവും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പൂവിൻ്റെ കുറച്ച് കുറവൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും സാരമില്ല, നമ്മൾ പൂക്കളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ ബൈ ബൈ.